കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ 1999 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ രജത ജൂബിലി സംഗമം ഡിസംബർ 27-നും 28-നും നടക്കും. ഇതിന്റെ ഭാഗമായി ഇവർ കോളേജ് ക്യാമ്പസിൽ സൗരോർജ്ജ വിളക്കുകളും സ്ഥാപിച്ചു നൽകും. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. KL14 LBS 99 എന്ന പേരിലാണ് കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ 1999 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ രജത ജൂബിലി പുനഃസമാഗമം നടത്തുന്നത്. ഡിസംബർ 27-ന് ഗേറ്റ്വേ ബേക്കലിൽ വെച്ച് കലാപരിപാടികളോടെ സംഗമത്തിന് തുടക്കം കുറിക്കും. 28-ന് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് സംഗമ സമ്മേളനം. ഇപ്പോൾ കാസർഗോഡ് വെച്ച് നടത്തുമ്പോൾ ഞങ്ങൾ 27 എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അലുമിനി മാത്രം ആ ബാച്ചിൽ 240 പേരുണ്ടായിരുന്നു. അതിൽ 150 പേര് പല രാജ്യങ്ങളിലാണ് ഇപ്പോൾ എല്ലാ പേരും. അപ്പോൾ 150 പേര് കാസർഗോഡേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നാളെ ഗേറ്റ്വേ ബേക്കലിൽ വെച്ചിട്ട് ഞങ്ങൾ മാത്രം അലുമിനി മാത്രം ഒത്തുചേരുന്നു. അത് കഴിഞ്ഞിട്ട് 28th സാറ്റർഡേ കോളേജിലേക്ക് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെയും കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിലൊരു 30ഓളം ടീച്ചേഴ്സ് കോളേജിലേക്ക് എത്തുന്നുണ്ട്. LBS സെന്റർ ഡയറക്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ M അബ്ദുറഹ്മാൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. സംഗമത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സുവനീറും ഓൺലൈൻ പോർട്ടലും ഇതേ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യും. തുടർന്ന് വിരമിച്ചവരും സർവീസിലുള്ളവരുമായ 30-ലധികം വരുന്ന അധ്യാപകരെ ആദരിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികളായ 150 മുതിർന്ന എഞ്ചിനീയർമാർ സംഗമത്തിൽ പങ്കെടുക്കുമെന്നും ഇതോടനുബന്ധിച്ച് ബാച്ചിന്റെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിൽ സൗരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കുമെന്നും ക്യാമ്പസ് ഹരിതാപമാക്കുന്നതിന്റെ ഭാഗമായി മികച്ച ഉദ്യാനമൊരുക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ട് ഞങ്ങൾ കോളേജിൽ ക്യാമ്പസിൽ സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബാച്ച് മുൻകൈ എടുത്തിട്ട് കോളേജ് കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ കോളേജിൽ കുറച്ച് ഗാർഡൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ളത് ഞങ്ങളുടെ ബാച്ചിൽ നിന്നൊരു 2 സ്റ്റുഡൻസും ഞങ്ങളെ പഠിപ്പിച്ച കുറച്ച് ടീച്ചേഴ്സും ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് കോളേജിൽ എല്ലാവരും വൃക്ഷത്തൈകൾ നടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ SR അൻവർ, P ദിലീപ് കുമാർ, ഷബീന അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.